നമ്മളിന്ന് മിനിമലിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. മിനിമലിസം എന്ന് പറയുന്ന ഒരു ജീവിത രീതിയാണ്. ഇതിന് പ്രത്യേകിച്ച് തിയറിയോ പ്രത്യേകിച്ച് കൺസെപ്റ്റോ ഒന്നുമില്ല. നമ്മൾ മിനിമലിസം എന്ന് പറയുന്ന കോൺസെപ്റ്റ് മനസ്സിലാക്കി വെച്ചതിന് ശേഷം നമ്മൾ ഓരോ ആളുകളുടെ ജീവിതത്തിലും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് നിങ്ങൾക്ക് സ്ട്രെസ് റിലീഫ് ഉണ്ടാകും. അതോടൊപ്പം തന്നെ മനസ്സമാധാനം, സന്തോഷമൊക്കെ ഉണ്ടാകും. അപ്പോൾ മിനിമലിസം എന്ന് പറയുമ്പോൾ നമ്മൾ മിനിമലായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത്. പ്രാക്ടിക്കലി അത് വളരെ 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 ബുദ്ധിമുട്ടാണ്. ഞാനൊരു ബ്ലോഗർ ആയതുകൊണ്ട് ഞാൻ ഈ ഒരു ടോപ്പിക്ക് സംസാരിക്കുന്നു എന്നേ ഉള്ളൂ. പക്ഷേ ഞാൻ എൻ്റെ ലൈഫിലും ചെറിയ രീതിയിൽ മിനിമലിസം കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് കുറേയധികം നേട്ടങ്ങളുണ്ടായി. അത് ഞാൻ വീഡിയോയുടെ അവസാനം പങ്കുവെക്കാം. നിങ്ങൾ പ്രത്യേകിച്ചും സ്ത്രീകളാണെങ്കിൽ, പ്രത്യേകിച്ചും വർക്കിംഗ് വുമൺ ആണെങ്കിൽ തീർച്ചയായിട്ടും മിനിമലിസം എന്ന് പറയുന്ന കോൺസെപ്റ്റ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടതെന്നാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ പലപ്പോഴും ഇന്ത്യൻ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് കിച്ചണിലാണ്. ഇപ്പോൾ നമുക്കറിയാം, നിങ്ങൾ തുണി കഴുകാൻ വേണ്ടിയൊക്കെ വാഷിംഗ് മെഷീനൊക്കെ ഉപയോഗിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ ബോഷിൻ്റെയൊക്കെ ഡിഷ് വാഷർ ക്ലീനറൊക്കെ കിട്ടും. ഓട്ടോമാറ്റഡ് ആയിട്ടുള്ള പാത്രങ്ങളൊക്കെ കഴുകി ഉണക്കി വരുന്ന സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കും. അറിയാത്തവർ ഇത്തരം കാര്യങ്ങളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ജോലികൾ മിനിമൈസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ആ സമയം പ്രൊഡക്റ്റീവായിട്ട് മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ഈ മിനിമലിസം എന്ന് പറയുന്നത് നമ്മൾ ദരിദ്രവാസിയായിട്ട് ജീവിക്കണമെന്നുള്ളതല്ല കോൺസെപ്റ്റ്. അപ്പോൾ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളൊരു ഗാഡ്ജറ്റ് വാങ്ങിക്കുന്ന സമയത്ത് അപ്പോൾ നമുക്ക് ഏറ്റവും വില കുറഞ്ഞ സാധനം മേടിച്ച് മിനിമലൈസ് ചെയ്യണമെന്നല്ല നമ്മൾ പറയുന്നത്. ഏറ്റവും നല്ല സാധനങ്ങൾ തന്നെ വാങ്ങിക്കുക എന്നുള്ളതാണ് എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത്. അതായത് ഞാൻ അത്യാവശ്യം കുറേ ക്രെഡിറ്റ് കാർഡ്, 5-6 ക്രെഡിറ്റ് കാർഡുകളുണ്ട്. പിന്നെ അത്യാവശ്യം ആഡംബരങ്ങൾ ഇഷ്ടമായതുകൊണ്ട് കുറേയധികം പൈസ ആഡംബരത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അത് പിന്നീട് മിനിമലിസം എന്ന് പറഞ്ഞ കോൺസെപ്റ്റൊക്കെ വന്നു കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അതിന് മുമ്പ് ചെയ്ത തെറ്റുകളൊക്കെ എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലായി തുടങ്ങിയത്. അപ്പോൾ ഒരു സിമ്പിൾ എക്സാമ്പിളായിട്ട് പറയാം. അപ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞത് ദരിദ്രവാസിയായിട്ട് ജീവിക്കുന്ന അല്ല മിനിമലിസം എന്ന് ഞാൻ ആദ്യം തന്നെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് മിനിമലൈസ് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ കാർ എടുക്കുന്ന സമയത്ത് പോലും എൻ്റെ 2 ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഹോണ്ട സിറ്റിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതേ സമയത്ത് ടൊയോട്ട കൊറോള ഉണ്ടായിരുന്നു. ഇത് രണ്ടെണ്ണമായിരുന്നു പേനുള്ള ഓപ്ഷൻ. ഞാൻ അവസാനം ഹോണ്ട സിറ്റിയിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്തത്. പക്ഷേ ടൊയോട്ട എന്ന് പറയുന്ന വണ്ടി എടുക്കുന്ന സമയത്ത് അതിന് കമ്പാരിറ്റീവ്ലി മെയിൻ്റനൻസ് കോസ്റ്റ് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് പൈസ ലാഭിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ചോയ്സ് എടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഏതൊരു പ്രോഡക്റ്റ് ബൈ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഒരു തീരുമാനത്തിലേക്ക് എത്താൻ പറ്റും. അതായത് ഏതായിരിക്കും എനിക്ക് കൂടുതലായിട്ട് സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നത്, അല്ല ഇതിൻ്റെ ആവശ്യമുണ്ടോ, ഈ സംഭവത്തിന് ആവശ്യമുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നമുക്കൊരു തീരുമാനത്തിലേക്ക് എത്താൻ പറ്റും. പിന്നീട് പിന്നെ മിനിമലിസം എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് വന്നതിന് ശേഷം ഞാൻ അത്യാവശ്യം കാറിൽ മാത്രം സഞ്ചരിച്ചുകൊണ്ടിരുന്ന ആളാണ്. അപ്പോൾ ഞാനത് മിനിമലിസം എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് വന്നതിന് ശേഷം ഞാൻ കാറ് ഉപയോഗിക്കാറുണ്ട്, ബൈക്ക് ഉപയോഗിക്കാറുണ്ട്, സൈക്കിൾ ഉപയോഗിക്കാറുണ്ട്. പിന്നീട് ആ സമയത്തേക്ക് ഞാൻ സ്ഥിരം ഓഫീസിൽ പോയിക്കൊണ്ടിരുന്നത് കാറിലാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ കിലോമീറ്ററും 10-11 മൈലേജ് കിട്ടുന്നത്. പിന്നീട് മിനിമലിസം എന്ന് പറയുന്ന കോൺസെപ്റ്റൊക്കെ വന്നതിന് ശേഷം ഞാൻ കുറച്ചുകൂടെ വലിയ ദൂരങ്ങൾക്ക് വേണ്ടി ബൈക്കുകൾ ഉപയോഗിക്കാൻ തുടങ്ങി. ബൈക്ക് ഞാൻ പണിഞ്ഞെടുത്ത് ബൈക്ക് ഉപയോഗിക്കാൻ തുടങ്ങി. പിന്നീട് ഓഫീസിലേക്ക് പോകുന്നതൊക്കെ ആണെങ്കിൽ ഞാൻ സൈക്കിളിലാക്കി തുടങ്ങി. അപ്പോൾ ഓരോ പർപ്പസിനും അതിനാവശ്യമുള്ള ആ സാധനങ്ങൾ മാത്രം, അല്ലെങ്കിൽ അതിന് ആവശ്യമുള്ള സംവിധാനങ്ങൾ മാസം ഉപയോഗിച്ചപ്പോൾ എനിക്ക് ഒരു മാസം 12,000 രൂപയാണ് ലാഭമായത്. അതായത് മിനിമലിസം നമ്മൾ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് സാമ്പത്തികമായിട്ട് തന്നെ നേട്ടം ഉണ്ടാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ നല്ല റിലീഫും നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നീട് ഞാൻ ഈ പറയുന്ന പോലെ തന്നെ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുന്ന സമയത്ത് എനിക്ക് കാണുന്ന സാധനങ്ങളെല്ലാം തന്നെ വാങ്ങിക്കുമല്ലോ. അതിന് ഓഫർ ഉണ്ടെങ്കിൽ അത് വാങ്ങിക്കുക, ഇതിന് ഓഫർ ഉണ്ടെങ്കിൽ ഇതിന് വാങ്ങിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഓഫർ നോക്കി തന്നെ ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ച് പല സാധനങ്ങളും യൂസ് ചെയ്യാതെ ഇപ്പോഴും ഇരിപ്പുണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ അത് പിന്നീട് തെറ്റാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം എനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി മാത്രം പോകുന്ന രീതിയിലേക്കായി. അതായത് നമുക്ക് ഒരു തുണ്ട് എഴുതിയിട്ട്, അല്ലെങ്കിൽ ഒരു രസീത് എഴുതിയിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങാൻ പോകും. എന്ത് ഓഫർ ഉണ്ടെങ്കിലും മറ്റു സാധനങ്ങൾ, ആവശ്യമില്ലാത്തൊരു സാധനങ്ങൾ വാങ്ങിക്കാതിരിക്കുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. അത് നമ്മൾ ഫോളോ ചെയ്യണമെന്നാണ് എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത്. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു സാധനം വാങ്ങുന്നതിന് മുമ്പ്, അതായത് പണ്ടൊക്കെ പറയാറുണ്ട് 2 വട്ടം ആലോചിക്കണമെന്ന്. ഇപ്പോൾ നമ്മൾ 5 തവണയെങ്കിലും ആലോചിക്കാറുണ്ട്. അപ്പോൾ അതൊരു വന്നൊരു മാറ്റമാണ്. പിന്നീട് ഞാനൊരു ബ്ലോഗറാണ്, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്, പല കാര്യങ്ങളും നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ആ വീഡിയോയുടെ അടിയിലൊന്നും ഇത് കൊണ്ടിടരുത്. കാരണം എന്ന് വെച്ചാൽ ഞാനൊരു ബ്ലോഗർ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഈ കൺസെപ്റ്റ് പരിചയപ്പെടുത്തുക. നിങ്ങൾക്ക് പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് വളരെ വലിയ വിജയങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. എനിക്ക് അത്രത്തോളം മിനിമലിസ്റ്റായിട്ട് ജീവിക്കാൻ പറ്റില്ല. കാരണം ഞാനൊരു ബ്ലോഗർ കൂടിയാണ്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടിയാണ്. അപ്പോൾ കുറേയധികം പ്രോഡക്റ്റുകൾ, കുറേയധികം സംവിധാനങ്ങളൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക. എന്നിരുന്നാൽ പോലും ഞാൻ എൻ്റെ യാത്രയിൽ ഇതിപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിച്ചതുകൊണ്ട് എനിക്ക് ഒരുപാട് പ്രയോജനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ഈ കോൺസെപ്റ്റ് നിങ്ങളിലേക്ക് പങ്കുവെക്കുന്നത്. മിനിമലിസത്തിൻ്റെ ഒരു പ്രധാന കോൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോ പറയാൻ പഠിക്കുക എന്നുള്ളതാണ്. അതായത് നമുക്കിഷ്ടമില്ലാത്തൊരു സ്ഥലത്തേക്ക് പോകണം, നമുക്കിഷ്ടമില്ലാത്തൊരു കല്യാണത്തിന് പോകാൻ താല്പര്യമില്ല, നമ്മൾ പോകാതിരിക്കുക എന്നുള്ളതാണ്. അതായത് മറ്റൊരാളെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടി അങ്ങനെ പോവാതിരിക്കുമ്പം തന്നെ നമുക്ക് ഒരുപാട് റിലീഫ് കിട്ടും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മിനിമലിസത്തിൻ്റെ പാർട്ടായിട്ട് നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളെല്ലാവരും ആഡംബരപ്രിയരാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ അപ്പുറത്തെ വീട്ടിലെ ആൾ 5 ബെഡ്റൂമുള്ള ഒരു 2 നില വീട് വെച്ചു. പക്ഷേ നമുക്ക് 3 ബെഡ്റൂമുള്ള ഒരു
ഒരു ഒറ്റ നില വീട് മാത്രമായിരിക്കും ആവശ്യമുള്ളത്. അതേസമയം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം വെക്കുക. അതായത് മറ്റൊരാൾ നോക്കിയിട്ട് നമ്മൾക്ക് ഒരുപാട് പ്രശ്നം ഉണ്ടാക്കി അച്ഛനമ്മമാർ അല്ലെങ്കിൽ ബാക്കിയുള്ള റിലേറ്റീവ്സ് ബന്ധുക്കളെല്ലാവരും വെച്ച് നോക്കുമ്പോൾ അവർ ചെയ്തോളം ഇങ്ങനെ ചെയ്യാനുള്ള പ്രശ്നമൊക്കെ ഉണ്ട്. അവിടെയൊക്കെ നമുക്ക് നോ പറയാനുള്ളത് നോ പറയുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് നമ്മൾ പഠിച്ചെടുക്കേണ്ട കാര്യം. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിലൂടെ തന്നെ നമ്മൾ മിനിമലിസത്തിലേക്ക് പോകും. അപ്പോൾ നമുക്ക് വളരെ പാടാണ് മിനിമലിസം എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വളരെ പാടാണ്. കാരണം എന്ന് വെച്ചാൽ മലയാളികൾ 80% മലയാളികളും കാശുണ്ടാക്കുന്ന ആഡംബരത്തിന് വേണ്ടിയാണ് ഉണ്ടാക്കുന്നത്. അതായത് വില കൂടിയ കാറുകൾ വാങ്ങാൻ, വില കൂടിയ വീടുകൾ നിർമ്മിക്കാൻ, അല്ലെങ്കിൽ സ്വർണ്ണങ്ങൾ, ഇതിനു വേണ്ടിയൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് പൈസ ചിലവാക്കുന്നത്. അപ്പോൾ നമ്മുടെ അവിടെ മിനിമലായിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം വാങ്ങുക. അങ്ങനെ ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങുമ്പോൾ തന്നെ നമുക്കുള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് എന്താണ് പറയുക വേസ്റ്റായിട്ട് പോകുന്ന ഒരുപാട് കാര്യങ്ങൾ ഒഴിവാക്കാൻ പറ്റും. അത് പ്രകൃതിക്ക് നല്ലതാണെന്നല്ല പറയുന്നത്. അപ്പോൾ നമുക്ക് പല വീടുകളിലേക്കും കയറി ചെല്ലുമ്പോൾ നമുക്ക് ഒരുപാട് വേസ്റ്റ് മെറ്റീരിയലും പല മുറികളിലും പല സ്ഥലങ്ങളിലൊക്കെ കൂട്ടിയിട്ടൊക്കെ കാണാം. അതൊക്കെ സത്യം പറഞ്ഞാൽ ക്ലിയർ ചെയ്യുന്നതോടെ തന്നെ നിങ്ങൾക്ക് എന്താണ് പറയുക നല്ല മനസ്സമാനം കിട്ടും. പിന്നീട് കിച്ചണൊക്കെ പറയുമ്പോൾ നമുക്ക് വലിയ കിച്ചണുകൾ അല്ല ആവശ്യം. അതായത് വളരെ ചെറിയ മിനിമലായിട്ടുള്ളൊരു കിച്ചണാണ് എപ്പോഴും നല്ലത്. അപ്പോൾ നമുക്ക് അത്യാവശ്യം ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം തന്നെ അവിടെ ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. ഇതൊക്കെ വളരെ ബ്രോഡായിട്ട് നമ്മൾ ചിന്തിച്ച് ഓരോരുത്തരും അവരവരുടേതായ രീതിയിൽ ഡെവലപ്പ് ചെയ്തേണ്ട ഒരു കോൺസെപ്റ്റാണ്. ഓരോ ആളുകൾക്കും യുണീക്കായിട്ട് ചെയ്യേണ്ട ഒരു സംഭവമാണ്. ഇപ്പോൾ ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് മിനിമലിസം ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന 5 സ്റ്റാർ ഹോട്ടൽസ് വരെ ഉണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആ കോൺസെപ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കാം. അപ്പോൾ അത് നമ്മൾ ഈ മിനിമലിസം എന്ന് പറയുന്നത് ഞാൻ ആവർത്തിച്ച് പറയുന്നത് ഒരു ദരിദ്രാവസ്ഥയായിട്ട് ജീവിക്കാനല്ല പറയുന്നത്. നമ്മൾ മിനിമലായിട്ട് ജീവിക്കുമ്പോൾ കുറേയധികം കോൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ വാങ്ങുന്ന സ്ഥലത്ത് പലപ്പോഴും ചില സ്ത്രീകൾ കോട്ടൺ വസ്ത്രങ്ങൾ മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. അവർ ചില സമയത്ത് അവർ പോളിസ്റ്റർ ഉപയോഗിക്കത്തില്ല, അല്ലെങ്കിൽ റയോൺ ഉപയോഗിക്കത്തില്ല. അവർ പറയുന്ന ഒരു ചിന്തയെന്ന് വെച്ചാൽ പലപ്പോഴും ഇത് രണ്ടും ലോങ് ടൈം നിൽക്കുമെങ്കിലും അത് പക്ഷേ പരിസ്ഥിതിക്ക് ചിലപ്പോൾ ദോഷം ഉണ്ടാകുന്നതുകൊണ്ട് അവരങ്ങനെ വാങ്ങിക്കാത്ത ആളുകളുണ്ട്. അവർ കോട്ടൺ വസ്ത്രങ്ങൾ ഭയങ്കരമായിട്ട് പ്രിഫർ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ അവർ സിൽക്കിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ അതിലൂടെ തന്നെ അവർക്ക് വലിയ രീതിയിൽ പൈസയൊക്കെ സമ്പാദിക്കാനായിട്ട് കഴിയും. ഇപ്പോൾ നമ്മൾ വലിയ രീതിയിൽ കോടിക്കണക്കിന് ആസ്തിയുള്ള ആളുകളൊക്കെ ഇപ്പോൾ സുധാമൂർത്തിയൊക്കെ വന്നിരിക്കുന്ന സമയത്ത് അവരുടെ ഡ്രസ്സിങ് സ്റ്റൈലൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ള ഡ്രസ്സിങ് സ്റ്റൈലും ബാക്കിയുള്ള സംഭവങ്ങളായിരിക്കും. അതോടൊപ്പം തന്നെ സ്റ്റീവ് ജോബ്സ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന കണക്ക് തന്നെ മാർക്ക് സർക്കംബർഗൊക്കെയാണ് ഒരു ടീഷർട്ടും ഒരു ജീൻസൊക്കെ ആയിരിക്കും എപ്പോഴും യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഡ്രസ്സിനാദ്യം തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഡ്രസ്സ് സെലക്ട് ചെയ്യുന്നതിലൂടെ തന്നെ നമുക്ക് ഒരുപാട് എഫേർട്ട് കുറയ്ക്കാൻ പറ്റും. നമ്മൾ പല ഡിസൈൻ ചൂസ് ചെയ്യേണ്ട. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറുകൾ, നിങ്ങൾക്ക് മാച്ച് ആവുന്ന 2-3 കളറുകൾ വാങ്ങിക്കുക. അപ്പോൾ ഞാൻ പലപ്പോഴും കണ്ടിട്ട് ചില സ്ത്രീകളുണ്ടെങ്കിൽ നല്ല ഈ ഷോൾ ഉണ്ടല്ലോ, ഷോൾ 2-3 വാങ്ങിയതിന് ശേഷം ഇവർ ഇപ്പോൾ ജീൻസോ ടീഷർട്ടോ ആണെങ്കിൽ അതിനൊരു 2-3 വ്യത്യസ്തമായിട്ടുള്ള കളറുകൾ മേടിക്കും. അല്ലെ ഈ ഷോൾ വെച്ചിട്ട് ഇതിനെ ബാക്കി എല്ലാത്തിനെയും കവറപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ ചെയ്യുന്ന സ്ത്രീകളെ അങ്ങനെയൊക്കെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോമ്പിനേഷൻ ആൻഡ് പെർമ്യൂട്ടേഷൻസ് നോക്കിയിട്ട് നിങ്ങളുടെ സ്കിന്നിന് കളറാവുന്ന ഒരു ഡ്രസ്സിങ് പാറ്റേൺ ഒക്കെ ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു സംഭവം. പലപ്പോഴും പിന്നീട് നമ്മളെന്താണ് ഫുഡിലേക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഫുഡിന് ഞാൻ നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്ത് ഒരുപാട് 5 സ്റ്റാർ ഹോട്ടൽ, സാധാ തട്ടുകട തൊട്ട് 5 സ്റ്റാർ ഹോട്ടൽ വരെ ഫുഡിന് വേണ്ടി മാത്രം എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് നമ്മുടെ ഹെൽത്തിന് ആവശ്യമുള്ള ഫുഡുകൾ ചൂസ് ചെയ്യാനും അതിന് ഡയറ്റ് ഒക്കെ അറിഞ്ഞ് ചൂസ് ചെയ്യാനുമാണ് ഇപ്പോൾ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു നമ്മുടെ ജീവിതത്തിൽ വന്നൊരു വലിയൊരു മാറ്റമാണ്. കഴിവതും മറ്റ് കടകളിൽ നിന്നുള്ള ഫുഡുകളാണെങ്കിൽ പോലും നമ്മൾ വെജിറ്റേറിയനിലേക്കൊക്കെ മാറിയിട്ടുണ്ട്. അത് തന്നെ മുമ്പ് നമ്മൾ ചിക്കൻ്റെ എല്ലാ ഐറ്റംസും മട്ടൻ്റെ എല്ലാ ഐറ്റംസും വ്ലോഗിൻ്റെ തന്നെ ഭാഗമായിട്ട് ഞാൻ ഒരുപാട് വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഫുഡുകൾ, അല്ലെങ്കിൽ നല്ല ഡയറ്റുകൾ അനുസരിച്ചുള്ള ഫുഡുകളൊക്കെ നമ്മൾ കഴിക്കുക എന്നുള്ളതാണ് മറ്റൊരു മാറ്റം നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാക്കേണ്ടത്. മിനിമലിസം നമ്മൾ പഠിക്കുന്നുണ്ടുള്ളൊരു മറ്റൊരു അഡ്വാൻറ്റേജ് വെച്ചാൽ നമ്മളെ സ്നേഹിക്കാൻ പഠിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഞാൻ മിനിമലിസത്തെക്കുറിച്ചൊരു വീഡിയോ സീരീസാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മിനിമലിസം ചെയ്യുന്ന ആളുകളെ എന്നെ അറിയിക്കുകയാണെങ്കിൽ നിങ്ങളെ ഫീച്ചർ ചെയ്യാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. അപ്പോൾ നിങ്ങൾ അത് പ്രാക്ടീസ് ചെയ്ത് എന്തൊക്കെയാണെന്ന് അറിയിച്ചു കഴിഞ്ഞാൽ ആ വീഡിയോ, നിങ്ങൾ തരുന്ന വീഡിയോ നമ്മൾ ഇതിനകത്ത് ചെയ്യാൻ താല്പര്യമുണ്ട്. മിനിമലിസത്തെക്കുറിച്ച് കൂടുതൽ അറിയാവുന്ന ആളുകൾ കമൻറ്റ് ചെയ്യാം. ഇത് ഞാൻ സീരീസ് ഓഫ് വീഡിയോ ആയിട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങളായിട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. നിങ്ങൾ ചെയ്യുന്ന ആളുകൾ കോൺടാക്ട് ചെയ്യുക. എനിക്ക് ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് ചെയ്യണമെന്ന് താല്പര്യമുണ്ട്. അപ്പോൾ എൻ്റെ ബേസിക്കായിട്ടുള്ള അറിവ് മാത്രമാണ് ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.